നമസ്കാരം. സതീശന്റെ ഇന്നത്തെ തഗ് ഡയലോഗാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊരു ഡയലോഗ് അടിച്ചോളണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെ നാട്ടുകാരൊന്നും കാണുന്നില്ല, എന്നിരുന്നാലും ക്യാമറകൾ മുന്നിലുണ്ടോ, കോലുകൾ മുന്നിൽ നീട്ടിയിട്ടുണ്ടോ, നല്ല അന്തസ്സായിട്ട് ഞെളിഞ്ഞു നിന്ന് ഡയലോഗ് അങ്ങ് വെച്ച് കാച്ചിക്കൊള്ളണം. ഇപ്പൊ നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്? ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. പറയുന്നതും അല്ലല്ല, അത് വരട്ടെ, നിങ്ങൾ ധൃതി കൂട്ടല്ലേ. പറയുന്നതും പ്രവർത്തിച്ച ഒന്നാണ് കോൺഗ്രസ്. പറഞ്ഞതും പ്രവർത്തിച്ചത് ഇവരൊക്കെ വർത്തമാനം മാത്രമേ ഉള്ളൂ. കാര്യത്തോട് അടുത്തപ്പോ ഇവരുടെയൊക്കെ നിലപാട് നിങ്ങൾ കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. അതാണ് ജനം കാണണം. കേട്ടോ, അതെ, ജനം കാണണം. ഏത് കാണണം? ഈ ഡയലോഗ് അടിച്ച ദിവസം തന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കാണിക്കുകയാണ്. വാക്കും പ്രവൃത്തിയും കോൺഗ്രസിൻ്റെത് ഒന്നാണ്. എങ്ങനെയാണ്? കോൺഗ്രസിന്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണ്. ദേ, കൃത്യമായിട്ട് നിങ്ങളെ മാതൃഭൂമി ബോധ്യപ്പെടുത്തരും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം എവിടെ വരെയായി എന്ന് നോക്കിയാലോ? ഉത്തരം, നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് തറക്കല്ലിട്ട് 2 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞല്ലേ, എന്നിട്ടും കുന്നംപറ്റയിലെ ഭൂമിയിൽ ഒരു ജോലിയും ഇതുവരെയും തുടങ്ങാനായിട്ടില്ല. എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിലുള്ള ഈ സ്ഥലത്താണ് ഫെബ്രുവരി 26-ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന കോൺഗ്രസിന്റെ ഭവന പദ്ധതിയുടെ തറക്കല്ലിട്ടത്. ഇവിടെയായിരുന്നു വേദി. ആ തറക്കല്ലിട്ട ഫലകം ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. പക്ഷെ ചില വാർത്തകളൊക്കെ വന്നതിനെ തുടർന്ന് അത് കോൺഗ്രസ് നേതാക്കൾ എടുത്തു മാറ്റിയെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് മാർച്ച് 10-ആയി. ഒരു വീടിന്റെ തറയ്ക്ക് വേണ്ടി കുഴിയെടുക്കാനോ ഒരു കല്ലെടുത്തു വെക്കാനോ അല്ലെങ്കിൽ കല്ല് ഇറക്കിയിട്ട് പോലുമില്ല. ഇവിടെ കുറച്ച് അസംസ്കൃത വസ്തുക്കളുണ്ട്. അത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ടാറിംഗ് പ്ലാന്റിന്റേതാണ്. കോൺഗ്രസിന്റെ വീട് ഒരു ലോഡ് കല്ല് പോലും ഇവിടെ ഇറക്കിയിട്ടില്ല, ഒരു കുഴി പോലും എടുത്തിട്ടില്ല. മേപ്പാടി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിനായിട്ടോ വീടുകളുടെ നിർമ്മാണത്തിനോ എന്തെങ്കിലും അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. സർക്കാർ ഇപ്പോൾ ഉദ്ഘാടന മഹാമഹങ്ങൾ നടത്തുന്നതിനെതിരെ പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് കൊട്ടിഘോഷിച്ച് ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന ഇവിടെ തറക്കല്ലിടൽ നടത്തിയിട്ടും ആ ഭവന പദ്ധതിയുമായി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ KPCCക്കോ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കല്ലിട്ട് പോകുന്നവർ എന്നൊരു പരാതി കോൺഗ്രസിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ ആ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയെന്നല്ലാതെ കുഴി കുഴിച്ച് ഒരു കല്ല് പോലും ഇതുവരെ ഇട്ടിട്ടില്ല. വയനാട് കല്ലിട്ടിട്ട് 2 ആഴ്ച. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാണ്. ഞങ്ങൾ വീട് കൊടുക്കാൻ പോവുകയാണ്, കല്ലിടുകയാണ്. ആ കല്ലിൽ നേരെ പുല്ല് കിളിർത്ത് തുടങ്ങി. എന്നിട്ടും അവിടെ ഒരു ചുക്ക് സംഭവിച്ചില്ല. എന്നിട്ടാണ് ഉളുപ്പില്ലാതെ നാട്ടുകാരുടെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ തഗ് ഡയലോഗ് അടിക്കുന്നത്. നിങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇത് കാണിക്കുന്നത് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത്, ഡയലോഗുകൾക്കപ്പുറം പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവിടെ ഡയലോഗ് അടി ഗംഭീരമായി തുടരുന്നുണ്ട്. പ്രവൃത്തി എടുത്ത് നോക്കിയാൽ ബിഗ് സീറോയാണ് ഏത് കാര്യത്തിലും. ആ നിലയ്ക്ക് ഇന്നിപ്പോ ഇങ്ങനെ തഗ് ഡയലോഗ് അടിക്കുമ്പോൾ അതിൽ തന്നെ സതീശൻ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം തന്നെയാണ് അതിൽ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ അക്കാര്യത്തിൽ കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ടതില്ല, അതായത് കൂട്ടിച്ചേർക്കേണ്ടതില്ല, അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതുമില്ല. സതീശൻ തന്നെ ആ വാചകത്തിനിടയിൽ പറയുന്ന ഈ ഒരു മറുപടിയും കൂടിയാകുമ്പോൾ അദ്ദേഹത്തിനുള്ള മറുപടി സ്വയം തന്നെ ആ വാചകത്തിനകത്ത് പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. അതാണ് ഇത് ആളെ പറ്റിക്കലാണ്, ആളെ കബളിപ്പിക്കലാണ്. കൃത്യമല്ലേ? നമ്മൾ എന്തെങ്കിലും വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് കാപട്യം. നമ്മൾ സിറ്റുവേഷനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക, ആ സന്ദർഭത്തിൽ കയറി ഡയലോഗ് അടിക്കുക, ആ ഡയലോഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്കോർ ചെയ്യുക. ആ സ്കോറിംഗ് ആണ് വോട്ടെന്ന് കരുതുകയാണ്. ജനം കണ്ട് ചിന്തിക്കുക, വിലയിരുത്തുക. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ, കാര്യം ഏതെങ്കിലും ഒരു വിഷയം അത് കിട്ടിയാൽ അത് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ എന്താണ്, ഇവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് മാത്രം ജനം വിലയിരുത്തിയാൽ മതി. അതിന് അദ്ദേഹം ഈ പറഞ്ഞ വാക്കുകൾ തന്നെ ധാരാളമാണ്.